സൈബർ അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മൂന്നാറുള്ള സമയത്ത് ഞങ്ങളൊരു സ്റ്റോറി കണ്ടു ഒരു അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ അതിൽ സ്റ്റോറിയിൽ ഒരു മോർഫ്ഡ് പിക്ചർ ആയിരുന്നു, ലൈക്ക് തല എൻ്റെ ആയിരുന്നു ആൻഡ് ബോഡി വാസ് സംതിങ് ഇല്ലിസിറ്റ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, പറഞ്ഞു യു ആർ ടേക്കിംഗ് ദിസ് ഡൗൺ ഓർ എൽസ് ഐ എം ഗോയിങ് ടു ഫയൽ എ സൈബർ കംപ്ലയിൻറ്റ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ മെസ്സേജ് അയക്കി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു പറഞ്ഞു. ഞാൻ കോൾ എടുക്കുമോ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ആ അപ്പുറത്തെ എൻഡിലിരിക്കുന്ന ആൾ വിചാരിച്ച് ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ടാണെന്നായിരിക്കാം, മേ ബി അത്ര ബുദ്ധിയേ ഉള്ളൂ അവന്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഞാൻ നല്ലോണം ഞാൻ പറഞ്ഞപ്പോൾ അവനതൊരു പ്രശ്നമേ അല്ല. ലൈക്ക് നിങ്ങൾ കേസ് കൊടുത്തോ, നിങ്ങൾ ഇത് ചെയ്തോ. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് എന്ത് ധൈര്യമാണ് അവർക്ക്, ഹൗ ഡെയർ അങ്ങനെ ചെയ്യാൻ. എൻ്റെ മാത്രമല്ല കേട്ടോ, ആ പേജസിൽ ഒരുപാട് പേരുടെ ഞാൻ കണ്ടു, ആർട്ടിസ്റ്റുകളായിട്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. അവരുടെ വീട്ടിലെ ഒരാളായിരുന്നെങ്കിൽ അവരങ്ങനെ ചെയ്യില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ ആണ് ഞാൻ മോർഫ് ചെയ്തിട്ടുണ്ട്, ഞാൻ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ സമ്മതിക്കും? അതില്ല. അപ്പം അതെന്താ, ബാക്കിയുള്ള പെൺകുട്ടികളൊന്നും അവർക്ക് പ്രശ്നമല്ലേ? അപ്പം ഏട്ടൻ പറഞ്ഞു നമുക്ക് കേസ് ഫയൽ ചെയ്യാം, FIR ആയിട്ട് തന്നെ ഫയൽ ചെയ്യാം, ലെറ്റ് ദം സഫർ. എന്തിനാ നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുന്നത്? സോ ഹി ഈസ് വെരി മച്ച് സപ്പോർട്ടീവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അത് തെറ്റിപ്പോയല്ലേ? ഓ സോറി, തെറ്റിപ്പോയി. അപ്പൊ ഇതിനൊരു പണിഷ്മെന്റ് ഉണ്ട്, സിമ്പിൾ പണിഷ്മെന്റ് ആണ്. ഓക്കെ, ഈ ടാസ്കിന്റെ പേരാണ് പൊന്നിൻ കുടത്തിനൊരു പൂമൊട്ട്. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടൻ ഇത് ചേച്ചിക്ക് വെച്ചു കൊടുക്കണം. ഓ അതെന്താ? അതിനെന്താ, അതൊക്കെ എക്സ്പേർട്ട് ആണ്. അതെന്താണ് ഒരു കൈ കൊണ്ടൊക്കെ വെച്ചാൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം? ഓക്കെ, താങ്ക് യു സോ മച്ച്. അവിടെ ശരിക്കും എഴുതാൻ തെറ്റിക്കരുത്. ഒരുപാട് നല്ല നല്ല പണിഷ്മെന്റ് നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചധികം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഷികയ്ക്ക് സിനിമയിൽ ഏത് യുവതാരത്തിന്റെ നായികയായി അഭിനയിക്കണമെന്നാണ് ആഗ്രഹം? ചേച്ചിക്ക് ഓർമ്മയില്ല, ചേട്ടൻ അറിയാന്നൊക്കെ? ഇല്ല, ആക്ച്വലി ആഗ്രഹം ഉണ്ടാവില്ല, ഓ ഇന്ന ആക്ടറിന്റെ ഒപ്പം എനിക്ക് അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല? ഏത് കഴിയും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു ആഗ്രഹം ഇല്ലേ? ഇല്ല. അതെന്താ ഇല്ല? ആരുടെ കൂടെ അഭിനയിക്കണം? എനിക്ക് അങ്ങനെ ഇന്ന ആളുടെ കൂടെ അഭിനയിക്കണമെന്നല്ല, എനിക്ക് നല്ല കഥാപാത്രങ്ങൾ, അത് ആരുടെ കൂടെ ആണെങ്കിലും ഒരു നല്ല ക്യാരക്ടർ ചെയ്യണമെന്നാണ്. സോ അങ്ങനെ ഇന്ന ആളെന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ യുവ ആക്ടേഴ്സിൽ ആരും ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് ഓരോ ആർട്ടിസ്റ്റിനെയും അവരവരുടേതായിട്ടുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇന്ന ആളുടെ കൂടെ പെയറായി ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെയൊന്നുമല്ല. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അതിപ്പോ ശരിയാണ്, രണ്ടാളും ഇല്ല എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രണവും അഷികയും കൂടി ഒരു ഷോപ്പിങ്ങിന് പോകുന്നു. ഏറ്റവും കൂടുതൽ പിശുക്ക് കാണിക്കുന്നത് ആരായിരിക്കും? ക്വസ്റ്റ്യൻ ഒക്കെ ഞങ്ങളുടെ ബുദ്ധിമാനായ പ്രൊഡ്യൂസറാണ് തന്നിരിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എഴുതി കഴിഞ്ഞിട്ട് അങ്ങോട്ടൊരു നോട്ടാണ്. എഴുതി കഴിഞ്ഞോ? ഇല്ല, വായിച്ചു. ചേട്ടൻ എഴുതി കഴിഞ്ഞോ? 1 5 4 3 2 1. രണ്ടാളും സെയിം തന്നെ ഇരിക്കണേ. പിശുക്കൊന്നുമില്ല കേട്ടോ, എനിക്ക് എല്ലാം മേടിച്ചു തരും. എല്ലാം മേടിച്ച് തന്നിട്ട് സ്റ്റുഡിയോയിലോട്ട് കേറിയിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഒക്കെ എടുക്കും, എല്ലാം എടുക്കും, എല്ലാം വേണം. അങ്ങനെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം എടുക്കും, അതിൽ ഇഷ്ടപ്പെട്ട ഒക്കെ. അങ്ങനെയല്ല, ഞാൻ പോയിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്കും. എന്നിട്ട് ഞാൻ ട്രയൽ നോക്കാൻ വേണ്ടി കയറും. ഞാൻ കയറിയിട്ട് ഞാൻ ഏട്ടനോട് അവിടെ നിൽക്കാൻ പറയും. അത് ഞാൻ ട്രയൽ നോക്കിയിട്ട് ഓരോന്ന് കാണിക്കും. അപ്പൊ ഏട്ടൻ തന്നെ പറയും ഇത് സൂപ്പർ ആയിട്ടുണ്ട്. എന്നാ ഏതെങ്കിലും നന്നല്ലാന്ന് പറയണ്ടേ? അപ്പൊ എന്റെ തെറ്റാണോ? അല്ലല്ലോ, എല്ലാം നല്ല പറഞ്ഞ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വിഷയത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു വാദപ്രതിവാദം ഉണ്ടായാൽ സംസാരിച്ചു ജയിക്കുന്നത് ആരായിരിക്കും? എന്ത് ഡൗട്ട് എന്നൊക്കെ. പിന്നല്ല,
ഓക്കെ. ഇതെന്താ ഒന്ന് ഏത് കേട്ടാ അങ്ങോട്ട് നോക്കണേ? പാവാച്ചിയാ? വാച്ചി എന്നെ അങ്ങനെ പാവാച്ചിന്നാ വിളിക്കാം. വിളിക്കണേ? ഓക്കെ. ഇപ്പൊ പറയും കൊറേ എണ്ണം ക്രിഞ്ച് കോപ്പ്. സ്നേഹം കൊണ്ട് വിളിക്കുന്നല്ലേ? എന്നെ അങ്ങനെ തന്നെ പണ്ടും അങ്ങനെ തന്നെ വിളിച്ചിരുന്നെ. ആണോ? അമ്മ വാവാച്ചി എന്നാണോ വിളിക്കുന്നത്? ഓ അങ്ങനൊന്നുമില്ല, നമ്മുടെ ആ മൂഡിനനുസരിച്ച് പലതും വിളിക്കും. ഓക്കെ. അപ്പൊ ചേച്ചിയാണ് അപ്പം സംസാരിച്ച് ജയിക്കുന്നത്. ചേട്ടൻ കുറച്ച് സൈലന്റ് ആണെന്ന് തോന്നുന്നല്ലേ? സൈലന്റ് ഒന്നും അല്ല, കുറച്ച് കഴിയുമ്പോ പിന്നെ മിണ്ടാതിരി. സംസാരിച്ചിട്ട് കാര്യമില്ല മനസ്സിലാവും, സൈലന്റ് ആവുന്നൊക്കെ. ഏറ്റവും കൂടുതൽ നിങ്ങൾ തമ്മിൽ ഇത് വരുന്നത് എന്തിന്റെ പേരിലാണ്? ഞാൻ എന്തെങ്കിലും അനാവശ്യമായിട്ട് പറയും. അതായത് എൻ്റെ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു കോപ്രായം ഞാൻ പറയും, അത് ഇഷ്ടപ്പെടില്ല, പിന്നെ തുടങ്ങും. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ചെലവായിരിക്കും പറയുണ്ടാവുക. എനിക്കെന്നെ അറിയാതെ അനാവശ്യമാണെന്ന്, പക്ഷെ എനിക്ക് ആ സ്പോട്ടിൽ ഞാൻ ഭയങ്കര ഇമ്പൾസീവായിട്ട് എന്തെങ്കിലും. പക്ഷെ ഏട്ടനാണെങ്കിൽ ഭയങ്കര ചിന്തിച്ച് ഓരോന്ന് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാൻ ഭയങ്കര ഇമ്പൾസീവായിട്ട് എനിക്ക് പെട്ടെന്ന് ദിപ്പ് അങ്ങോട്ട് പോകണം, ദിപ്പ് ഇത് മേടിക്കണം, അങ്ങനെയൊക്കെ പറയും. ചേട്ടനാണെങ്കിൽ ഞാൻ പറയുമ്പോൾ ഏട്ടൻ ചിന്തിക്കും, ആവശ്യമാണോ ആവശ്യമല്ലേ, അതിന്റെ കാര്യമുണ്ടോ. അപ്പൊ ഏട്ടൻ കുറച്ചുകൂടി ലോജിക്കലാണ്, ഞാൻ കുറച്ചുകൂടി ഇമോഷണലാണ്. കല്യാണത്തിന് വിളിച്ചവരിൽ ആര് വരാതിരുന്നതാണ് നിങ്ങളെ രണ്ടുപേരെയും ഒരേപോലെ സങ്കടപ്പെടുത്തിയത്? എന്താ എന്താ ചേട്ടൻ എന്തോ എന്താ ആലോചിച്ചു പോയി. എന്താ എനിക്ക് പേടിയാ. ഓക്കെ എഴുതിയാ അഭിലാഷ് ഏട്ടൻ അഭിലാഷ് പിള്ള. ആ, അതേട്ടനോട് ഞങ്ങള് പറഞ്ഞിരുന്നു, ആ. ഞാൻ അത്രയും പറഞ്ഞിരുന്നു വരണോന്ന്. പക്ഷെ അയ്യോ, അതാണ് രണ്ടുപേർക്കും സങ്കടമായത്. എനിക്ക് ഓർമ്മ വരാൻ കാരണം ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടേ ഉള്ളത് വിഷയത്തിൽ. ആണോ? എന്നെ കാണുന്ന ഫോട്ടോ ഒരു എവിടെ ഹസ്ബൻഡ് എവിടെ എന്നൊക്കെ ചോദിച്ചു. ഓട്ടോമോർഫിങ്ങും താരങ്ങൾക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ ആക്രമണവും ഒരു പുതിയ വിഷയമല്ല. ഇപ്പോഴിതാ നടി ആഷിക അശോകൻ്റെ തുറന്നു പറച്ചിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വിവാഹത്തിന് ശേഷം ആഷിക നൽകിയ ആദ്യ അഭിമുഖത്തിലാണ് ഈ തുറന്നു പറച്ചിൽ. തൻ്റെ ഫോട്ടോ മറ്റൊരാൾ മോർഫ് ചെയ്ത് പല രീതിയിൽ ഉപയോഗിച്ചു എന്ന് ആഷിക പറയുന്നു. മോർഫ് ചെയ്ത ആളെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ഒരു കുലുക്കവുമില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, കൊണ്ടേ കേസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ കൂളായാണ് ആഷികയുടെ ഭീഷണിയെ നേരിട്ടത്. എന്തു തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് വേദന സൃഷ്ടിക്കുന്നുവെന്നാണ് ആഷികയുടെ തുറന്നു പറച്ചിൽ.